ബ്രഹ്മയുഗം എൻ്റെ മോനെ കലക്കി. എന്തായാലും നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം തിയേറ്ററിൽ ഇരുന്ന് കാണാൻ പറ്റിയതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അടിപൊളി, ഒരു രക്ഷയുള്ള എക്സ്പീരിയൻസ്. കലക്കി. മോസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. രാഹുൽ സദാശിവൻ ആണ് ഡയറക്ടർ. മമ്മൂക്ക, നമ്മുടെ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ എല്ലാവരും ഉണ്ട്. ഞാൻ ഈ സിദ്ധാർത്ഥ് ഭരതനൊന്നും ഇത്ര കയറി കലക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പേഴ്സണലി എൻ്റെ ഒപ്പീനിയനാണ്. പിന്നെ അർജുൻ അശോകൻ കലക്കി. മോനെ ഒരു മനയിൽ പോയി പെടുകയാണ്. അവിടെ നിന്നുള്ളതാണ് പിന്നെ സ്റ്റോറി. ഞാൻ അതിൻ്റെ സ്പോയിലറും കാര്യങ്ങളും ഒന്നും ഞാൻ പറയുന്നില്ല. അടിപൊളി പടം. പിന്നെ എടുത്തു പറയാം, മമ്മൂക്ക ഈസ് എന്തുവാ ഇത്? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടിരിക്കണം. മമ്മൂക്കൊക്കെ തീയടാ, ചുമ്മാ തീയാണ് കേട്ടാ. തീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, ആള് വേറെ ലെവലാണ്. ആ ലുക്കും ഒരു ഇതും എല്ലാം കൂടി കൊണ്ടുവച്ച് ഒരു മാരക ഐറ്റം തന്നെയാണ് നമ്മുടെ മമ്മൂക്ക. അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം തിയേറ്ററിൽ കാണാൻ പറ്റി. അത് വലിയൊരു ഭാഗ്യം തന്നെന്നേ പറയത്തുള്ളൂ. കാരണം നമ്മുടെ കാലഘട്ടങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാം കളർ പടങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം അത് റിലീസിൻ്റെ അന്ന് പോയി തിയേറ്ററിൽ കാണാൻ പറ്റിയത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. എല്ലാവരും മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ എന്നേ ഞാൻ പറയത്തുള്ളൂ. അമ്മാതിരി പടമായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചതുപോലെ നല്ല പടം. പിന്നെ ചിലപ്പോൾ എല്ലാവർക്കും അത് പിടിക്കണമെന്നില്ല. ഒരു ഹൊറർ മൂവി തന്നെയാണ്. ഹൊറർ കാരണം നമ്മളങ്ങനെ ഭയങ്കരമായിട്ടങ്ങ് പേടിച്ച് വിറച്ചിരിക്കുമെന്നൊന്നും പ്രതീക്ഷിക്കണ്ട. പക്ഷെ പടം കൊള്ളാം. ഒരു വൈബാണ്. അതൊരു വൈബ് പിടിച്ച് നമ്മൾ കുറച്ച് സമയം എടുത്ത് അതിൻ്റെ അകത്ത് സെറ്റായി വരും. നമ്മൾ കുറച്ച് സമയം ആദ്യമൊന്നും ചിലപ്പോൾ നമ്മൾ സെറ്റായെന്ന് വരത്തില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ പടമായിട്ട് സെറ്റായി വരും. എന്താ വന്നു കഴിഞ്ഞാലാ നമ്മൾ പൊളിച്ചടുക്കിയിട്ടേ പോകും. അമ്മാതിരി ഒരു ഫീലാണ് എനിക്ക് കിട്ടി കേട്ടോ. നമ്മൾ മസ്റ്റ് വാച്ച്. പിന്നെ തിയേറ്ററിലായാലും പോയിരുന്ന് നല്ല സൈലൻസോടൊക്കെ ഇരുന്ന് കാണണം. കാരണം ഓരോ ഇതും ഓരോ മൊമെൻറ്റും നമ്മളെ ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയോട് ഇരുന്ന് ചത്തിരുന്ന് കാണുന്ന ഐറ്റമാണ്. മിസ് ചെയ്യില്ല. കാരണം നമ്മൾ ആ ഒരു ലെവലിലിരുന്ന് കാണണം. അല്ലാതെ ഈ പറയുന്ന പോലെ ചിലപ്പോൾ ചിരിച്ച് കളിച്ച് ചുമ്മാ വാല കോലയെന്ന് കൂളിയും വിളിച്ചുകൊണ്ടിരുന്ന് കാണാൻ പറ്റിയൊരു പടമല്ല. നമ്മൾ സൈലൻസ് കീപ്പ് ചെയ്തിട്ട് അടിപൊളിയായിട്ടിരുന്ന് കണ്ടു കഴിഞ്ഞാൽ സൂപ്പറാ. ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ പടം. അത് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും എൻ്റെ ഡയറക്ടറിനൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം തിയേറ്ററിൽ കാണാനുള്ള അവസരം ഉണ്ടാക്കി. നമ്മൾ ആ ഒരു ചിന്തയിൽ വെച്ചെങ്കിലും ആ പടം പോയി കാണണം. മനസ്സിലായോ? കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റുന്നത് ഇല്ല. ചുരുക്കമൊന്നുമല്ല, ഇല്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പടം കൊണ്ട് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ ഇട്ട് തന്നത്. എന്തായാലും അത് കലക്കിയെന്നേ ഞാൻ പറയത്തുള്ളൂ. മൊത്തത്തിൽ എനിക്ക് ഇതിനെക്കുറിച്ച് അവിടെ ഇത് കൊള്ളാം അത് കൊള്ളാണ്ട് മറ്റേ അതിൻ്റെ ഭാഗം കൊള്ളാം ക്യാമറ എടുത്തത് കൊള്ളാം അങ്ങനെയൊന്നും പറയില്ല. മൊത്തത്തിൽ പടം കണ്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ട് തോന്നി. ഒരു മലയാളം ഹൊറർ മൂവിയാണ്. പക്ഷെ ഹൊറർ കാരണം നമ്മളങ്ങ് പേടിച്ച് പറിച്ചിരിക്കുകയൊന്നുമില്ല. പക്ഷെ മമ്മൂക്ക എൻ്റെ മോനെ പറയാതിരിക്കാൻ. അതുപോലെ അർജുൻ അശോകൻ സൂപ്പർ റോള്. സിദ്ധാർത്ഥ് ഭരതൻ എല്ലാവരും കലകിയെന്ന് ഞാൻ പറയത്തുള്ളൂ. അധികം അങ്ങ് ഭയങ്കരമായിട്ട് കിടന്നുള്ള പരിപാടിയൊന്നുമില്ല. പക്ഷേ കൊള്ളാം. പടം കണ്ടിരിക്കാം. സൂപ്പർ പടം. എനിക്കിഷ്ടപ്പെട്ടു. നമ്മൾ വെറൈറ്റി എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കൊള്ളാം. ഒരു മനയിൽ പെട്ടിട്ടുള്ള ഒരു ഇതും അവിടെ നിന്നുള്ള കാര്യങ്ങളും അതിൻ്റെ സ്പോയിലറും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളിപ്പോൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം. അല്ലാതെ വീട്ടിൽ OTT വരുമ്പോൾ ഇരുന്ന് കാണാമെന്ന് പറഞ്ഞ് മിസ് ചെയ്യാൻ നിൽക്കരുത് പടം. മനസ്സിലായി? മിസ് ചെയ്യാൻ നിൽക്കരുത്. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ച് എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം കൂടിയാണ്. അതും കൂടി ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് നമ്മൾ ആ പടം പോയി കാണണം. മനസ്സിലായോ? പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് പിടിക്കത്തില്ല. കുറച്ച് കഴിയുമ്പോൾ അതുമായിട്ട് ഓക്കെ ആയി വരും. അത് വേറൊരു സത്യം. ആദ്യമൊന്നും ചിലപ്പോൾ നമ്മൾ എപ്പോഴും കളർ മൂവി കണ്ടുള്ള ശീലത്തിൽ ചിലപ്പോൾ നമുക്ക് ആദ്യം ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ഓക്കെ ആവും. എന്തായാലും എനിക്ക് മൊത്തത്തിൽ പടം കണ്ടിട്ട് നൈസ് പടമായിട്ടാണ് തോന്നിയത്. നല്ല ക്ഷീണമുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങളും പോയി കാണണമെന്നേ ഞാനും പറയത്തുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.